ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ ബാലയുടെ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ പുറത്ത്. ഒന്ന് കേട്ടു നോക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും നിങ്ങളാരും എൻ്റെ കൂടെ നിന്നിട്ടില്ല, അല്ലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളൊരു ഭയങ്കര സങ്കടം എനിക്ക് നിങ്ങളെല്ലാവരോടും ഉണ്ട്. ഒരാളെവിടെ കള്ളു കുടിച്ച് ലിവർ പോയി ഹോസ്പിറ്റലിലായപ്പോൾ നിങ്ങൾ മലയാളികളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ കേസിൽ ആടിയും തൊഴിയും കൊണ്ട് എൻ്റെ ഫുൾ മേത്തുണ്ടായിട്ടുള്ള ബ്രൂസസും പാടുകളും ഒക്കെ ഞാൻ ഇപ്പോഴും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അഞ്ജനയുടെ അടുത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മേത്തുള്ള പാടുകളും സാധനങ്ങളും മാറ്റാനായിട്ട്. അതേപോലെ എൻ്റെ ബ്ലീഡിങ് ആയിട്ട് ഞാൻ വിജയലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെന്ന് ചോദിക്കാം. ഹോസ്പിറ്റലിൽ പ്രൂഫുള്ള നിങ്ങൾക്ക് പോയി ചോദിക്കാം. ഞാൻ സർജറി ബാല എന്ന് പറയുന്നയാള് ഇയാൾ പക്ക പേർവേർട്ടാണ്. അതായത് എല്ലാ പെണ്ണുങ്ങളും ഇയാളത് എത്ര പേരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് നിർത്തിയേക്കുന്നത് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഇയാൾക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചന്ദന, അമൃത സുരേഷ്, എലിസബത്ത്, പിന്നെ കോകില, പിന്നെ ഇതേപോലെ ഒരു ലിസ്റ്റ് ഉണ്ട്. പുള്ളിക്കൊരു വലിയ ലിസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, സ്വന്തം വന്നിങ്ങൊന്നാണിച്ചു സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യുന്നു ഏതെങ്കിലും ഭർത്താക്കന്മാര് പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചിയും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പതിക്കാൻ പറ്റുമോ. പെണ്ണുങ്ങളുടെ ഇത്രയും ലിസ്റ്റോ? എൻ്റെ അമ്മോ, ബാലച്ചേട്ടൻ എല്ലാ ഉടായ്പം പഠിച്ചിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങിയേക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. അതായത് സെക്സ് വർക്കേഴ്സിനെ കൊണ്ടുപോയി അവരെ യൂസ് ചെയ്തിട്ട് പൈസ പോലും കൊടുക്കാതെ ആട്ടി പറഞ്ഞു വിടുന്ന ദുഷ്ടനാണ് ഇയാൾ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എന്ന അനുഭവം കൊണ്ടാണ് സംസാരിക്കുന്നത്. കള്ളം ചെയ്യുന്നവൻ തെറ്റ് പഠിച്ചിട്ടാണ്, ലൂപ്പ് ഹോൾസ് പഠിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. അതിനെ രക്ഷപ്പെടുത്താനുള്ള ലായേഴ്സ് ഉണ്ട്. അത് രക്ഷപ്പെടുത്താൻ നിയമത്തിൽ ഒരുപാട് വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ബാലച്ചേട്ടൻ. ഇവരൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിർത്തിയേക്കും. അതിനകത്ത് പുള്ളിക്ക് വള്ളിയാവും തോന്നുവാണെങ്കിൽ പുള്ളി നൈസിന് കട്ട് ചെയ്യും. അല്ലാത്ത ഈ മെയിൻ ആയിട്ട് വെച്ചേക്കുന്ന ഈ പറയുന്ന എലിസബത്തിനായിരുന്നു. ആ പുള്ളിക്കേരി ആ വീട്ടിൽ നിന്ന് പുള്ളി മാറ്റാനുള്ള വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം വേറെ ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വഴിത്തൊക്കെ വീട്ടിൽ കയറി വന്നു. അപ്പൊ നിനക്ക് ഇതൊക്കെ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പെൺകൊച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയെ. അത് മാത്രമല്ല, ഒരു ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശമായുള്ള രീതിയിൽ, അതായത് സുഹൃത്തുക്കളുടെ മുമ്പില് മോശമായ ചില കാര്യങ്ങൾ പ്രേരണ ഇയാൾ ചെയ്യിച്ചു. മനസ്സിലായോ? അതിന്റെ വിഷമത്തിൽ പുള്ളിക്കാരി ഏകദേശം ഒരു 1, 2, 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ബാലച്ചേട്ടൻ അകത്ത് കിടന്ന് അഴി എണ്ണാനുള്ള എല്ലാ വകുപ്പുകളും ഇതിലെല്ലാം ഒപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ബാലച്ചേട്ട പാടുപെടും. ബാലച്ചേട്ടന് ഗുണ്ടായുസുണ്ട്, ഈ തോക്ക് കാണിച്ച് ഈ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങേർക്ക് എന്തോ തക്കതായ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൈകൃതങ്ങളൊക്കെ കാണിച്ചു കൂട്ടുവോ? ചെകുത്താന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീട്ടിൽ പോയിട്ട് തോക്ക് കാണിച്ചു, എന്നിട്ട് തോക്കില്ല പോലും. ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ തെളിവുണ്ട്. അയാള്, അതായത് തോക്കുള്ളതിന്റെ തെളിവല്ല ഞാൻ പറഞ്ഞത്, അയാൾ പലവരോടും പറഞ്ഞിട്ടുണ്ട് അയാളുടെ കയ്യിലെ തോക്കിൽ ഒരുണ്ട് അമൃത ചേച്ചിക്കുള്ളത്. എന്റെ ചേച്ചിക്ക് വധഭീഷണിയുണ്ട്. ഇയാൾ ഇതിനു മുമ്പ് അവരെ വെട്ടാനും ചെന്നിട്ടുണ്ട്. നാളെ അവരുടെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ല. എന്തായാലും അവർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇയാൾ വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. ഇങ്ങനെയുള്ള അയാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പുറകിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷെ നാളെ നമ്മുടെ വീട്ടിൽ വേറൊരു പെൺകൊച്ചിനും ഈ ഗതി വരാൻ പാടില്ല. കാരണം ഇയാൾ നാടകം തുറന്നുകൊണ്ടേയിരിക്കും, അയാൾ ഈ നാടകം കളിച്ചുകൊണ്ടേയിരിക്കും, അയാൾ ഇനിയും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ പെണ്ണുങ്ങളെ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനെയാണ്. അതായത് സെക്സ് വർക്കേഴ്സിനെ കൊണ്ടുപോയി അവരെ യൂസ് ചെയ്തിട്ട് പൈസ പോലും കൊടുക്കാതെ ആട്ടി പറഞ്ഞു വിടുന്ന ദുഷ്ടനാണ് ഇയാൾ. അതിന് തെളിവുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറ, തെളിയിക്കും. അല്ലാതെ നിങ്ങൾ തെളിയിക്കും. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ആർക്കാണോ തെളിവ്, ഏത് മീഡിയക്കാരും ആരാണെങ്കിലും നിങ്ങൾ വന്നു, എന്റെ കയ്യിൽ തെളിവുണ്ട്. പേഴ്സണലി ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ പബ്ലിക് ചെയ്യില്ല. നിങ്ങളത് കണ്ടതിന് ശേഷം സത്യമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഒരാൾ നാടകം നിങ്ങൾ മനസ്സിലാവണം. അച്ഛന്റെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളു കുടിച്ച് ഗർഭിണിയായ ഭാര്യ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയ മനുഷ്യനാണ് ഇയാൾ. മനസ്സിലായോ? അവിടെയും കഴിഞ്ഞില്ല. ഇയാൾ പിന്നെ ഒരു കൊച്ചു കൈ കഴിഞ്ഞ് നന്നാവും നമ്മൾ വിചാരിച്ചു. അതുമില്ല. പുള്ളിക്കാരി കയ്യിൽ കൊച്ചിനിരിക്കുന്നതിന്റെ കയ്യിൽ കുട്ടി കൊണ്ടിരുന്ന മനുഷ്യനെയാണ്. സ്വന്തം കൊച്ചെന്നോ ഭാര്യയെന്നോ യാതൊരു ജീവനും കൊണ്ട് ഓടിയത് എന്റെ ചേച്ചാ വീട്ടിൽ, ജീവനും കൊണ്ട്.
അമൃതയ്ക്ക് മാത്രമല്ല എലിസബത്ത് ജീവനം കൊണ്ട് ഓടി അത് നിങ്ങൾക്കറിയോ? പുള്ളിയെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ എലിസബത്തോടെ പുള്ളിയുടെ ഗുജറാത്തിലാണ്. ഇയാളെ പേടിച്ചിട്ട് അവരുടെ കുടുംബത്തെയൊക്കെ പേടിപ്പിച്ച് വെച്ചേക്കുകയാണ്. അവരുടെ വീട്ടിൽ ബ്രദേഴ്സിനൊന്നും ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു, അവരുടെ വൈഫിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിയെ ടോട്ടലി കട്ട് ചെയ്തേക്കും. എന്നിട്ട് അവരെ വെറുതെ വിട്ടു. അവരുടെ കോളേജിൽ അവിടെ ഇവിടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ഇയാളെ പോയി അറിയാവോ? ഇതേ സ്ത്രീ കഴിഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ നടന്നേനെ. അവരെല്ലാവരും വിളിച്ച് ഭീഷണിപ്പെടുത്തുക, എന്തെങ്കിലും ഒരു വർക്ക് വരുമ്പോൾ അത് ഇല്ലാതാക്കുക. എന്തിന്? എന്നിട്ട് ലോകത്ത് ഇവിടെ ഇല്ലാതെ അങ്ങനെ ചങ്ങനാന്തിക്ക് മോളോട് ഭയങ്കര സ്നേഹമോ? മോളോട് അങ്ങനെ സ്നേഹപ്രകടനോ? എന്നാ മോളെ കാണുമില്ല, മോൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കില്ല, വിദ്യാഭ്യാസത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പോയില്ല, ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കില്ല. ആ കൊച്ചിന് 50 വയസ്സെടുത്ത് നാരങ്ങ മിഠായി